ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മോത്തപ്പെടുമാറാകട്ടെ. ഒരു കർത്തൃ ദിവസം കൂടി കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ ദൈവം നമുക്ക് സാവകാശം തന്നു. ദൈവത്തിന് സ്തോത്രം. അതിനുശേഷം പ്രിയ മകനിൽ നിന്ന് അനുഗ്രഹീതമായ ഒരു വചനം കേൾക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വളരെ അനുഗ്രഹീതമായ ഒരു ദിവസം നമുക്ക് തന്നു. നാം ആയിരിക്കുന്ന ഈ കാലഘട്ടം, ഈ അവസ്ഥകൾ ഒക്കെ നാം ഓർക്കുമ്പോൾ നാം എത്രയോ ധന്യരാണ് എന്ന് ഓർക്കുവാൻ നമുക്ക് കഴിയും. 1912 ഒരു സംഭവം നടന്നു. ഒരു പേടകം, ടൈറ്റാനിക്കിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാം, അത് ടൈറ്റാനിക് മുങ്ങിപ്പോയ സംഭവം. അതിനെക്കുറിച്ചല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 2012 ഇത് നീറ്റിലിറക്കുമ്പോൾ ഈ പേടകം ഒരു കപ്പൽ, അങ്ങനെ പറഞ്ഞാൽ അത് ഒരു ആഡംബര കപ്പലിൽ കയറിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയൂ. അതൊരു ലോകമാണത്. ഒരു ആഡംബര ഹോട്ടലിലൊക്കെ പോകുന്ന പ്രതീതി. അന്ന് വരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ ഔന്നത്യമുള്ള വളരെ വലിയ ഒരു കപ്പലാണ് അന്ന് നിർമ്മിച്ചത്. അത് നീറ്റിലിറക്കുമ്പോൾ അതിൻ്റെ കപ്പിത്താൻ അദ്ദേഹം ഇങ്ങനെ പറയുകയുണ്ടായി, ഈ കപ്പൽ അവിടെ ആ നീറ്റിലൂടെ അല്ലെങ്കിൽ ആ സമുദ്രത്തിലൂടെ ഓടുന്ന അനേകം കപ്പലുകളെയൊക്കെ കാണുമ്പോൾ അതിൻ്റെ മുമ്പിൽ അതെല്ലാം ഒരു കുഞ്ഞൻ കപ്പലുകൾ പോലെ തോന്നും. അതിൻ്റെ ആ വലുപ്പവും അതിൻ്റെ മഹത്വവും ഒക്കെ കണ്ടിട്ട് അദ്ദേഹം സ്വയം അഹങ്കാരത്തോടെ, അല്ലെങ്കിൽ വളരെ എന്താണ് പറയുന്നത്, ആ ഒരു അഹംഭാവത്തിൽ നിന്ന് വരുന്ന വാക്കുകളായിട്ട് പറയുകയുണ്ടായി, ഇതിനെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ ഇത് നശിച്ചു പോകുവാൻ ഒരു വിധത്തിലും ഇടയാകത്തില്ല, ദൈവം വിചാരിച്ചാൽ പോലും ഇതിനെ തകർക്കുവാൻ കഴിയുകയില്ല എന്ന് താൻ പറയുകയുണ്ടായി. എന്നാൽ അധികം ദൂരം യാത്ര ചെയ്യേണ്ടി വന്നില്ല. ഒരു നിസ്സാരമായ ഒരു ഐസ് കട്ട കപ്പലിനെ തകർത്ത് കളയുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് ഇന്നും വലിയ സംഭവമായിട്ട് നാം എല്ലാവരും ഓർക്കുന്ന ഒരു സംഭവമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ബൈബിൾ സ്റ്റഡിക്ക് വന്നപ്പോൾ ഓർത്തതാണ്, ഈ നാളുകളിലും ലോസ് ഏഞ്ചൽസ് എന്ന് പറയുന്ന ആ സ്ഥലത്ത്, അമേരിക്കയുടെ 2ാമത്തെ വലിയ പട്ടണമായ, ഏറ്റവും വലിയ VIPsകളൊക്കെ താമസിക്കുന്ന ആ സ്ഥലം വലിയ അഗ്നിക്ക് ഇരയാക്കപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം 10,000-ഓളം ഏക്കർ സ്ഥലങ്ങളും ഓരോ വീടിൻ്റെയൊക്കെ വിലകൾ പറയുന്നത് കേട്ടാൽ $1 മില്യൺ. അത് നമുക്ക് അസ്യൂം ചെയ്യാനൊന്നും കഴിയാത്ത വലിയ വീടുകളൊക്കെയാണ് അഗ്നിക്ക് ചാമ്പൽ ആയി തീർക്കപ്പെട്ടത്. അതിന് 2 ദിവസം മുൻപ് നടന്ന അവിടുത്തെ വലിയൊരു സംഗീത നിശ്ചയം, ആ അവാർഡ് മീറ്റിങ്ങിൽ അതിൻ്റെ ആങ്കർ പറയുകയുണ്ടായ വാക്കുകൾ, അവിടെ ദൈവത്തിന് ഒരു സ്ഥാനവുമില്ല. ദൈവം എന്ന് പറയുന്നത് ഇവിടെ 0% ആണ്. ഇവിടെ ദൈവത്തിൻ്റെ പ്രവർത്തനത്തിനൊന്നും ഒരു പ്രാധാന്യവുമില്ല എന്ന് പറയുകയുണ്ടായി. അത് കഴിഞ്ഞ് 48 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ മഹത്വം അവർക്ക് കാണുവാനായിട്ട് ഇടയായി. നാം ഇന്ന് കർത്താവിനെ ആരാധിക്കുവാനായിട്ട് കടന്നു വന്നപ്പോൾ തുടക്കം മുതലേ നാം ഓർത്തത് അതാണ്. നാം കർത്താവിന് മഹത്വം കൊടുക്കുവാനായിട്ടാണ് നാം കടന്നു വന്നിരിക്കുന്നത്. അവൻ്റെ മഹത്വം കൊടുക്കുവാൻ നാം ഇന്ന് പ്രഭാതത്തിൽ വായിച്ച ആ അധ്യായത്തിൻ്റെ സങ്കീർത്തന ഭാഗത്തിൻ്റെ താഴോട്ടുള്ള വഴികളിൽ അവൻ്റെ ശബ്ദത്തിന് മഹത്വം, അവൻ്റെ ശബ്ദത്തിനെ കുറിച്ചുള്ള അതിൻ്റെ ആ മഹത്വം എത്രയാണെന്ന് പല വാക്യങ്ങൾ, എനിക്ക് തോന്നുന്നു 6 or 7 അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അവൻ്റെ ആ ശബ്ദത്തിൻ്റെ മഹത്വം പോലും നമുക്ക് വർണ്ണിക്കുവാൻ കഴിയത്തില്ല. അവൻ എത്രമാത്രം ഔന്നത്യമുള്ളവനാണ്, എത്രയോ വലിയവനാണ് എന്ന് ഓർക്കുമ്പോൾ നാം എന്തായിരിക്കുന്നു എന്ന് നമ്മെക്കുറിച്ച് ചിന്തിക്കുവാനായിട്ട് ഇടയാകണം. അങ്ങനെയുള്ള നമ്മളെ കർത്താവ് ഉയർത്തി ദൈവസന്നിധിയിൽ നിർത്തുവാനായിട്ട് ആണ് ആഗ്രഹിക്കുന്നത്. അതാണ് പ്രിയ മകനിലൂടെ നമുക്ക് കേൾക്കുവാനിടയായത്. ഈ ലോകത്തിലെ കഷ്ടങ്ങളൊക്കെ നിറഞ്ഞ ജീവിതം മാറിപ്പോകും, എന്നാൽ കർത്താവ് നമ്മെ ചേർക്കുവാനായിട്ട് വേഗം വരും. അവിടെയാണ് നമുക്ക് പൂർണ്ണമായ ദൈവസന്നിധിയിലായിരിക്കുന്ന നിമിഷങ്ങൾ. അതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ വചനധ്യാനത്തോടുള്ള ബന്ധത്തിൽ ഞാനൊരു വേദഭാഗം വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. തീമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 3-ാം അധ്യായം 15-ാം വാക്യം. തീമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്കറിയാം, ഈ തീമോത്തിയോസിന് എഴുതുന്ന ഈ ലേഖനത്തിൻ്റെ ആദ്യ അധ്യായം വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായ പൗലോസ് വിശ്വാസത്തിൽ നിജപുത്രനായ തീമോത്തിയോസിന് എഴുതുന്നത്. അപ്പോൾ ഈ തീമോത്തിയോസ് ആരാണെന്നും
ഇത് എഴുതുന്ന ആരാണെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ അവിടെ തന്നെ പരാമർശിച്ചിട്ടുണ്ട്. നാം പ്രിയ മകനിൽ നിന്ന് കേൾക്കുകയുണ്ടായി, കൊരിന്ത്യർ ലേഖനം എഴുതിയപ്പോൾ കാരാഗ്രഹത്തിൽ വെച്ച് എഴുതുന്ന ഒരു ലേഖനമായിട്ടാണ് അതിരിക്കുന്നത്. എന്നാൽ ഇടയ ലേഖനങ്ങളിൽ വെച്ച് ആദ്യമായി എഴുതിയ ഒരു ലേഖനമായിട്ടാണ് ഇത് ഇരിക്കുന്നത്. ആ 61 AD 61 കാരാഗ്രഹത്തിൽ നിന്ന് പൗലോസ് അവിടുന്ന് സ്വാതന്ത്രനായി തീർന്നുവെങ്കിൽ അതിനുശേഷമുള്ള തൻ്റെ മിഷനറി യാത്രയിൽ പിന്നീടുള്ള യാത്രകളിലാണ് ഇവിടെ താഴെ നാം വായിക്കുന്നുണ്ട്. അതിൻ്റെ 4-ാം വാക്യം, നീ എഫെസോസിൽ താമസിക്കണമെന്ന് ഞാൻ മക്കെദോന്യയ്ക്ക് പോകുമ്പോൾ അപേക്ഷിച്ചതുപോലെ. അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് എഫെസോസിൽ ഉള്ള സഭയ്ക്കും തീമോത്തിയോസിനും എഴുതുന്ന ഒരു ലേഖനമായിട്ടാണ് ഈ ലേഖനം ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏകദേശം 61 അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹ വിമുക്തനായി തീർന്നുവെങ്കിൽ ഏകദേശം ഈ യാത്രകളൊക്കെ നാം പഠിച്ചു നോക്കുകയാണെങ്കിൽ AD 64-നും 66-നും ഇടയിലുള്ള ആ സമയത്ത് ഈ ഇവിടെ എഴുതുന്നത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഗ്രീസിൽ വെച്ചാണ് ഈ ലേഖനം എഴുതുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ വായിച്ച വാക്യത്തിലേക്ക് വീണ്ടും തിരിച്ചു വരട്ടെ. സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. നമുക്കറിയാം ഈ ലേഖനം എഴുതുന്നതിൻ്റെ കാര്യമാണ് എഴുതുന്നത്. ആദ്യം മുതൽ നാം ഇത് വായിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഒരു ദൈവത്തിൻ്റെ സഭയാകുന്ന ആ ആലയത്തിൽ ഒരു വിശ്വാസിയാകുന്ന നാം ഓരോരുത്തരും നടക്കേണ്ടത് എങ്ങനെയാണെന്ന് ഓരോ വ്യക്തികളെയും പ്രതിപാദിക്കുന്ന രീതിയിൽ, ഒരു വിശ്വാസി എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ, ഒരു യുവാവ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു യൗവനക്കാരൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ പ്രായമുള്ള വാർദ്ധക്യത്തിലെത്തിയ പിതാക്കന്മാർ എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനം നടത്തുന്ന അല്ലെങ്കിൽ ശുശ്രൂഷകർ, ഓരോരുത്തരെയും പ്രത്യേകമായി ഓരോരുത്തരും അറിയാനുള്ള എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ നാളുകളിലൊക്കെ നാം കൺവെൻഷൻ മീറ്റിങ്ങുകളിലൊക്കെ സംബന്ധിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങൾ നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയ കാര്യം, അധികവും കൺവെൻഷനുകളിലൊക്കെ ഈ പ്രാവശ്യം പ്രസംഗിക്കപ്പെട്ടത് കർത്താവിൻ്റെ രക്ഷയെക്കുറിച്ച് ആണ്. അപ്പോൾ രക്ഷയുടെ തുടർന്നുള്ള സഭയെക്കുറിച്ച് ചിന്തിക്കണം എന്നുള്ള ഒരു ചിന്ത എന്നെ ഭരിക്കുകയും ആ രീതിയിൽ ആണ് ഇങ്ങനെ പഠിക്കുവാനായിട്ട് ദൈവം ഇടയാക്കിയത്. ആദ്യം ആ പഠനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ എഴുതി. എന്നാണ് ഈ സഭ ഉണ്ടായത്, എവിടെയാണ് ഉണ്ടായത്, എപ്പോഴാണ് ഉണ്ടായത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എഴുതിയൊക്കെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് ഒത്തിരി ഒന്നും പറഞ്ഞിട്ട് കാര്യങ്ങളില്ല. എന്നാൽ പിന്നീട് ഞാൻ അടുത്ത ഒരു പേജ് എടുത്തിട്ട് എഴുതി പ്രാദേശിക സഭയുടെ മഹത്വം എന്നും അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, ദൈവത്തിൻ്റെ സഭയാകുന്ന സാർവത്രിക സഭ. നാം വചനത്തിൽ വായിക്കുന്നത് പെന്തക്കോസ്ത് നാളിൽ, നാം എല്ലാവരും അറിയുന്നത് പോലെ പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലനായ പത്രോസിൻ്റെ പ്രസംഗത്തിൽ ഏകദേശം 3000-ഓളം ആളുകൾ സ്നാനപ്പെട്ടതായിട്ട് നാം വായിക്കുന്നുണ്ട്. ആ വാക്കുകളൊക്കെ അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ സഭ ഏതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ അതിനെക്കുറിച്ച് അല്ല പറയാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഉള്ള ആ സഭയുടെ അംഗങ്ങളാകുന്ന നാം ഓരോരുത്തരും അറിയുന്ന കാര്യങ്ങളെക്കുറിച്ച്, അപ്പം ആ സഭ നാം ഓരോരുത്തരും രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ മക്കളായിത്തീരുന്ന നാം ഓരോരുത്തരും ആ സഭയുടെ അംഗങ്ങളായിത്തീരുമ്പോൾ ആ സഭയിലെ അംഗങ്ങൾക്ക് ആ സഭയ്ക്ക് ഉള്ള മഹത്വം, അതുപോലെ പ്രാദേശികമാകുന്ന സഭ എന്ന് പറഞ്ഞാൽ പത്തനംതിട്ട ബ്രദറൻ സഭ എന്ന് പറയുന്ന സഭയല്ല ഇത്. ശരിക്കും പറഞ്ഞാൽ പത്തനംതിട്ട ബ്രദറൻ അസംബ്ലി ഹാൾ, ഇതൊരു ഹാൾ എന്നേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കൂടുന്ന ഒരു കൂട്ടത്തിന് മാത്രമാണ്. അത് നാം ഈ ഹാളിലല്ല, എവിടെ കൂടിയാലും അത് സഭ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ പ്രാദേശികമായി പത്തനംതിട്ടയിൽ ഇങ്ങനെ ഒരു ഹോള് പണിഞ്ഞിട്ട് ഇവിടെ നാം ഒരുമിച്ച് കൂടുമ്പോൾ ഈ പ്രാദേശിക പത്തനംതിട്ട സഭ, അതിൻ്റെ രണ്ടിൻ്റെയും വ്യത്യാസങ്ങളെക്കുറിച്ച് ഞാനിങ്ങനെ ഒന്ന് എഴുതി പഠിക്കുവാനായിട്ട് തുടങ്ങി. അപ്പം പത്തനംതിട്ട അല്ലെങ്കിൽ ബ്രദറൻ പ്രാദേശിക സഭ, അതിൻ്റെ മഹത്വം എന്താണ്, അതുപോലെ സാർവത്രിക സഭയെക്കുറിച്ച് ആ രീതിയിലുള്ള കുറവുകൾ മനസ്സിലാക്കി അതിൻ്റെ മഹത്വം എന്താണ് എന്ന് മനസ്സിലായപ്പോൾ മുന്നോട്ട് എഴുതി പോകുമ്പോൾ എനിക്ക് പ്രാദേശിക സഭയെക്കുറിച്ച് എഴുതുമ്പോൾ അതിന് കർത്താവ്, സഭയുടെ നാഥനാകുന്ന കർത്താവിൻ്റെ ഒരു ദീനരോധനം
സഭയെ നോക്കുമ്പോൾ അങ്ങനെ പിന്നെ എഴുതാൻ എനിക്ക് ഇടയായി തീർന്നു. കർത്താവ് പ്രാദേശിക സഭകളെ നോക്കി അവൻ്റെ രോദനം അവൻ കരയുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. കാരണം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച നാം ഓരോരുത്തരും ആ പെന്തക്കോസ്ത് നാൾ മുതൽ ഇന്ന് വരെയുള്ള ദൈവജനങ്ങളുടെ വലിയൊരു കൂട്ടം ആയിരിക്കുന്ന ആ സാർവത്രിക സഭയുടെ അംഗങ്ങൾ നാം ഓരോരുത്തരും ആയിരിക്കുമ്പോൾ തന്നെ പ്രാദേശിക സഭകൾക്കും എത്രയോ മഹത്വമുണ്ട്. നാം ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരും ആ സാർവത്രിക സഭയുടെയും അംഗങ്ങളാണ് എന്ന് പറയുമ്പോൾ, ചില രാജ്യങ്ങൾക്കൊക്കെ ഇരട്ട പൗരത്വം അല്ലെങ്കിൽ ഒരിടത്തുണ്ടെങ്കിലും മറ്റ് പലയിടത്തെയും പൗരത്വം, അതുപോലെയുള്ള ഇതിനെ നമുക്ക് വിവരിച്ചാലോ അല്ലെങ്കിൽ ഇതിൻ്റെ മഹത്വത്തെക്കുറിച്ച് ചിന്തിക്കുവാനോ കഴിയുന്നതിലും അപ്പുറമായ ഒരു മഹത്വമാണ് നമുക്കുള്ളത്. ആ വലിയ മഹത്വത്തിൽ ഇരിക്കുമ്പോൾ തന്നെ പ്രാദേശിക സഭ അതിൻ്റെ കുറവുകൾ നാം മനസ്സിലാകുമ്പോൾ എത്രമാത്രം നമ്മെ ഇനിയും തിരുത്തണം, എന്തുമാത്രം അതിന് മാറ്റം വരുത്തണം എന്നുള്ള കാര്യങ്ങൾ താഴോട്ട് എനിക്ക് എഴുതി പഠിക്കുവാനായിട്ട് ഇടയായി. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വളരെ പെട്ടെന്ന് ഈ വാക്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ചിന്തിക്കാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. ഇതിനെ ഞാനൊന്ന് മൂന്നായിട്ട് വിഭജിച്ചിട്ട് ഓരോ കാര്യങ്ങളെക്കുറിച്ചും അല്പമായി ചിന്തിക്കാമെന്നാണ് കരുതുന്നത്. സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവും എന്നുള്ള ഒരു വിഷയം. അതുപോലെ അടുത്തതായിട്ട് ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയം, ആ ദേവാലയത്തിൽ നടക്കേണ്ടുന്നത് എങ്ങനെ എന്ന്. ഒന്നാമത്തെ കാര്യം സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ഇരിക്കുന്ന സഭ, അതുപോലെ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയം. മൂന്നാമത് എങ്ങനെ ആ ദേവാലയത്തിൽ നീ നടക്കേണ്ടുന്നത് എങ്ങനെയെന്ന് അറിയേണ്ടതിന് ഇത് എഴുതുന്നു. ഈ 3 വാക്യ ശകലങ്ങളിൽ നിന്നുകൊണ്ട് അല്പമായി ചിന്തിക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി, നാം സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവും എന്ന് പറയുമ്പോൾ ഈ വാക്യശകലങ്ങളിൽ നിന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ സഭയാകുന്ന ദേവാലയത്തിൻ്റെ അടിസ്ഥാനവും തൂണും എന്താണ് എന്ന് നമുക്കറിയാം. പക്ഷെങ്കിൽ ഈ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവും, ആ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ ദേവാലയത്തോടുള്ള ബന്ധത്തിൽ ആ കാര്യങ്ങൾ നാം മനസ്സിലാക്കുമ്പോഴാണ്, ആ ദൈവത്തിൻ്റെ ഭക്തിയിൽ നാം ആയിത്തീരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ അടിസ്ഥാനവും തൂണിൻ്റെയും ആ മഹത്വം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. സത്യത്തിൻ്റെ തൂൺ നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തുവിലാണ് നാം ആയിരിക്കുന്ന ഈ സഭ, ഈ ലോകത്തിലുള്ള ഓരോ സഭകളും പണിയപ്പെട്ടിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ അടിസ്ഥാനത്തിലും തൂണിലുമാണ് അത് പണിയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ നാം കർത്താവിനെ അറിയുവാനായിട്ട് ഇടയായിത്തീർന്നു. കർത്താവിൻ്റെ ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനമായി നാം ഓരോരുത്തരും അവൻ്റെ മക്കളായി, അവനെ നാം വായിച്ച വാക്യത്തിൽ വായിച്ചതുപോലെ തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അങ്ങനെയുള്ള ആ വിശ്വാസം, കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചതിലൂടെ നമുക്കുണ്ടായ ആ സഭയുടെ അംഗത്വം പ്രാപിക്കുന്ന ആ വലിയ കാര്യം മനസ്സിലാക്കുന്ന ആ മനസ്സിലാക്കിയതിൽ ഉള്ള ആ അടിസ്ഥാനം അത് എന്താണെന്നുള്ള ആ ഭക്തിയിൽ നാം നിറയുമ്പോഴാണ് ആ ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ സഭയ്ക്ക് വളരുവാനായിട്ട് കഴിയുന്നത്. ആ അടിസ്ഥാനത്തിൻ്റെ തൂൺ നമുക്കറിയാം. നമ്മുടെ വാക്യങ്ങൾ നാം കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ അപ്പോസ്തലനായ പത്രോസിനോട് പറയുകയുണ്ടായി. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം, അത് നമുക്കൊന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 17-ാം വാക്യവും 18-ാം വാക്യവും. യേശു അവനോട്, ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗ്ഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. മതി.
അപ്പോസ്തലനായ പത്രോസിനോട് ദൈവം പറയുന്ന ഒരു വാക്കുകളാണ്. നമുക്ക് ഇതിന് മുൻപോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുന്നതിന് ഒരു ആൻസർ പറയുമ്പോഴാണ്, ബർന്നോയ ശിമയോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് നിനക്കിത് വെളിപ്പെടുത്തി തന്നത് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. നമുക്കറിയാം, മിക്കവാറും ദൈവവചന വ്യാഖ്യാനങ്ങളെക്കുറിച്ച് നാം ചിന്തിക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ ഒരു കാര്യം കേട്ടിട്ടുണ്ട്. ഒരു ആനയെക്കുറിച്ചുള്ള ഒരു വിശദമായ പഠനങ്ങൾ നടത്തുവാനുള്ള ഒരു പഠന ക്ലാസ് ക്രമീകരിച്ചപ്പോൾ അവിടെ ആ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരു എന്താന്ന് പറയുന്നൊരു തീസിസ് പോലെ എഴുതാനായിട്ട് 6 പേരെ തിരഞ്ഞെടുത്ത് അതിനുവേണ്ടി ഒരു ആനയുടെ അടുത്ത് അയക്കുകയുണ്ടായി. പക്ഷേ ഈ ആനയുടെ അടുത്ത് അയച്ച 6 പേരും കണ്ണു കാണാൻ കഴിയാത്തവരാ. അവർ 6 പേരും പോയിട്ട് 6 സ്ഥലങ്ങളിൽ തൊട്ട് നോക്കിയിട്ട് ഈ ആനയെക്കുറിച്ചുള്ള വലിയൊരു പ്രബന്ധം എഴുതി. അതിനകത്ത് ഒരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ 4 പേരും പോയി തൊട്ടത് 4 കാലുകളിലാണ്. ബാക്കി 2 പേര്, ഒരാൾ തുമ്പിക്കയിലും ഒരാൾ അതിൻ്റെ വാലയിലുമാണ് തൊട്ടത്. അതുകൊണ്ട് ഏകദേശമൊക്കെ ഒത്തുവരുന്ന 4 പ്രബന്ധങ്ങൾ കാണുവാൻ കഴിയും. കാരണം അവർ 4 പേരും കാലുകളിലാണ് തൊട്ടത്. മിക്കവാറും ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ നാം കാണുന്ന പരിഭാഷകളും കാര്യങ്ങളും അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങളും ഒക്കെ ഇങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ നമ്മെ തെറ്റിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ കൂട്ടിച്ചേർത്തും ഒക്കെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ നമുക്ക് കർത്താവിൽ നിന്നുള്ള അറിവും പരിജ്ഞാനവും പ്രാപിക്കണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു പത്രോസിനോട് ഇവിടെ പറയുന്നത് പോലെ ജഡരക്തങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാൻ കഴിയാത്ത അപ്രമേയമായ സത്യങ്ങൾ വെളിപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം കാര്യസ്ഥനായി ഇന്ന് നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ ആ ദൈവത്തിന് നാം വായിക്കുന്ന വചനങ്ങളിൽ നിന്ന് നമുക്ക് വലിയ ആശയങ്ങൾ, വലിയ ചിന്തകൾ നൽകിത്തരുവാൻ ഇന്നും ശക്തനാണ്. അവൻ നമ്മെ ആശയങ്ങൾ കൊണ്ടും ആലോചനകൾ കൊണ്ടും നിറയ്ക്കുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നുണ്ട്. ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് അങ്ങനെ ആലോചനകൾ ചോദിച്ചാൽ മാത്രമേ നമുക്കത് കിട്ടൂ. ഇന്ന് നാം അറിയുന്ന വലിയ ക്രിസ്തീയ പ്രസ്ഥാനം തന്നെ ഈ വാക്കിനെ എത്രയോ അധികം തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടാണ് പ്രവർത്തനങ്ങൾ അവരുടെ പോകുന്നതെന്ന് ഉള്ള ബന്ധത്തിലാണ് ഞാൻ ഇത്രയും പറയുവാനായിട്ട് ഇടയായത്. ഇവിടെ നാം കാണുകയാണ്, പത്രോസിനോട് നീ പത്രോസാകുന്നു. ഇതിൻ്റെ എബ്രായ ഭാഷയിലുള്ള ഭാഷാന്തരം കൂടി പഠിച്ചു നോക്കിയാൽ മാത്രമേ ആ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയൂ. നീ പത്രോസാകുന്നു എന്ന് പറഞ്ഞാൽ പത്രോസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഒരു പാറ കഷണം എന്നാണ്. ആ പത്രോസിനോട് പറയണം, നീ ഒരു പാറ കഷണമാണ്. അല്ലാതെ പത്രോസാകുന്ന പാറമേൽ ഈ സഭയെ പണിഞ്ഞു എന്ന് ഇതിനകത്ത് ആശയം വരുന്ന രീതിയിൽ വ്യാഖ്യാനിച്ച് അങ്ങനെ പറയുവാനായിട്ട് നമുക്ക് ഒരു തരവുമില്ല. ഇവിടെ പത്രോസിനോട് പറയാം, പത്രോസേ നീ പാറയാകുന്നു, നീ ഒരു പാറ മാത്രമാണ്. എന്നാൽ വീണ്ടും പറയുകയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. നമുക്ക് വേദപുസ്തകത്തിൽ അനേക വാക്യങ്ങൾ നമ്മുടെ അരുമനാഥനായ കർത്താവ് അവൻ എത്രയോ ഉന്നതനാണ്, അവൻ എത്രയോ മഹത്വവാനാണ് എന്ന് ഓർക്കുമ്പോൾ അവൻ പാറയോടുള്ള ബന്ധത്തിൽ അവൻ അനേക വാക്യങ്ങളിലൂടെ നമ്മുടെ ദൈവമാണ് പാറ എന്നുള്ളത് നമുക്ക് വളരെ മനസ്സിലാക്കുവാൻ കഴിയുന്ന അനേക വാക്യങ്ങൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ചില വാക്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞ് ഉദ്ധരിച്ചു പോകാൻ ആരും എടുത്തു വായിക്കേണ്ട. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഇസ്രായേലിന്റെ പാറയായ ഇടയൻ. ആവർത്തന പുസ്തകം 32-ാം അധ്യായം 4-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവൻ പാറ, അവന്റെ പ്രവൃത്തി അത്യുത്തമം. 2 ശമൂവേൽ 23-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ പാറയായ ദൈവം, നമ്മുടെ ദൈവം അല്ലാതെ പാറ ആരുള്ളൂ. അതേ വാക്യം തന്നെ സങ്കീർത്തനം 18-ാം അധ്യായം 31-ാം വാക്യത്തിലും ഇങ്ങനെ തന്നെ വായിക്കുന്നുണ്ട്, യഹോവയല്ലാതെ ദൈവമാരുള്ളൂ, നമ്മുടെ ദൈവമല്ലാതെ പാറയാരുള്ളൂ. വീണ്ടും സങ്കീർത്തന പുസ്തകം 19-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ. സങ്കീർത്തനം 78-ന്റെ 35 ദൈവം ഞങ്ങളുടെ പാറ എന്നും അത്യുന്നതനായ ദൈവം നമ്മുടെ വീണ്ടെടുപ്പുകാരനെന്നും അവൻ ഓർക്കും. സങ്കീർത്തനം 95-ന്റെ 1 വരുവിൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്ക, രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. ഇങ്ങനെ അനേക വാക്യങ്ങളിലൂടെ ഞാൻ വായിച്ച് കേൾപ്പിക്കുവാനായിട്ട് ഇടയായതിൻ്റെ കാരണം നമ്മുടെ കർത്താവ് ആണ് പാറ, അവനല്ലാതെ പാറ ആരുള്ളൂ. ഈ പാറമേലാണ് കർത്താവ് തൻ്റെ സഭയെ പണിഞ്ഞിരിക്കുന്നത്.
പെന്തക്കോസ് നാളിൽ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച ആളുകളെ അപ്പോൾ തന്നെ സ്നാനപ്പെടുത്തുകയും ഈ സഭയുടെ അംഗങ്ങളാക്കി തീർക്കുകയും ചെയ്തു. നമുക്ക് അറിയാം, ഈ കർത്താവ് സ്ഥാപിച്ച സഭയ്ക്ക് പ്രത്യേകിച്ച് ഒരു പേരിട്ടിട്ടുള്ളതായിട്ട് നമുക്ക് തിരുവചനത്തിൽ എവിടെയും വായിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് എത്രയെത്ര സഭകളാണ്, എത്രയെത്ര പേരുകളിലാണ് സഭകൾ അറിയുന്നത്, എത്രയെത്ര ആളുകൾ മഹത്വമെടുക്കുവാനായിട്ട് അതിനായിട്ട് ചിന്തയിടുന്നു. ഇന്ന് ഈ പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകളിൽ പോലും അല്ലെങ്കിൽ വില്യം കേറി തുടങ്ങിയ മുതൽ നമുക്ക് ഉണ്ടായ ആ ഒരു മാറ്റത്തിൻ്റെ പിന്നീട് പോലും ഇന്ന് സഭകൾ ആളുകളുടെ പേരിൽ പ്രസിദ്ധമാക്കിക്കൊണ്ടിരിക്കുന്ന എത്രയോ സഭകളാണ്. ആളുകളുടെ പേരിൽ സഭ, ആളുകളുടെ അല്ലെങ്കിൽ നാം പറയുന്ന സഭകൾക്ക് പോലും, പ്രാദേശിക സഭകൾ എന്ന് നാം അഭിമാനിക്കുന്ന സഭകൾക്ക് പോലും ആളുകളുടെ പേരിൽ പ്രശസ്തി നേടുന്ന അനേക സഭകൾ ഇന്ന് ഉണ്ടായിരിക്കുമ്പോൾ എന്തുമാത്രമാണ് സഭകൾക്ക് പ്രാധാന്യമുള്ളത് എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ ദൈവത്തിനല്ലാതെ മഹത്വം കൊടുക്കുവാനായിട്ട് ഒന്നിലും ഒരിക്കലും നമുക്കിടയാകരുത്. നമ്മുടെ കർത്താവാണ് പാറ, അവനിൽ മാത്രമേ ആശ്രയിക്കുവാനും ആശ്വസിക്കുവാനും നമുക്കിടയുള്ളൂ. അവൻ മാത്രമാണ് പാറയായ കർത്താവ്, അവനിലൂടെ മാത്രമേ നമുക്ക് വീണ്ടെടുപ്പുള്ളൂ. ആ പാറയാകുന്ന ആ സ്ഥിരതയുള്ള ആ ഒരു ഇടത്താണ് നമുക്ക് ആ ആലയം നമുക്ക് വേണ്ടി പണിയുവാനായിട്ട് ദൈവം ഒരുക്കിയത്. അതാണ് പത്രോസിനോട് ഇവിടെ പറയുന്നത്, പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും. ഈ സഭ പണിഞ്ഞ് ഇതെന്തുമാത്രം വളരും, ഇതിൻ്റെ മഹത്വം അത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണമെങ്കിൽ നാം നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ദൈവം സ്ഥാപിച്ച ആ ദൈവത്തിൻ്റെ സഭയാകുന്ന ആ സഭയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ ആ സഭയുടെ മഹത്വം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. സാർവത്രിക ആ സഭ എന്ന് പറയുന്നത് ദൈവം അന്നു മുതൽ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച എല്ലാവരുടെയും അംഗങ്ങൾ അടങ്ങുന്ന ആ വലിയ സഭയുടെ മഹത്വം, ആ മഹത്വം നാം ഈ ഓരോ പ്രാദേശിക സഭയിലും ആയിരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ അതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ കാര്യങ്ങളുടെ അതിൻ്റെ ഒരു ആഴം, അതിൻ്റെ ഒരു ഘനം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇങ്ങനെ ആ പാറമേൽ പണിഞ്ഞ ആ ഇളകാത്ത പാറയിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന ആ പാറയിൽ പണിയപ്പെട്ടിരിക്കുന്ന സഭയുടെ അംഗങ്ങളാണെന്നുള്ള ബന്ധത്തിൽ നമുക്ക് എത്ര അധികം അഭിമാനിക്കുവാനായിട്ട് കഴിയും. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം നാം ഞാനത് എടുത്തു വായിക്കുന്നില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളാണല്ലോ. സഭകൾക്ക് ദൂതുകൾ എഴുതുമ്പോൾ അവിടെ ചില സഭകളുടെ പേരുകൾ പറയുന്നുണ്ട്, 7 സഭകളുടെ. അത് എല്ലാം ഓരോ പ്രാദേശിക സ്ഥലത്തിൻ്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന സഭകളായിരുന്നു. അങ്ങനെയുള്ള സഭകളുടെ പേര് പറഞ്ഞിട്ടാണ് ആ സഭകളെ അവിടെ പറയുന്നത്. ആദിമകാലത്തൊന്നും അങ്ങനെ അല്ലാത്ത സഭകളെക്കുറിച്ചൊന്നും നമുക്ക് കാണുവാൻ കഴിയുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ സഭകളും ഈ സഭയുടെ മഹത്വവും ഉണ്ടായതെന്ന് നാം ചിന്തിക്കേണ്ടതായിട്ട് ഇരിക്കുന്നു. പലപ്പോഴും നാം ഈ വചനങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനും നാം എന്താണെന്നുള്ള കാര്യം ചിന്തിച്ച് നമുക്ക് ദൈവത്തിൽ മഹത്വം കരയേറ്റുവാനും നമുക്ക് കഴിയണം. ഞാൻ വീണ്ടും 2-ാമത്തെ കാര്യത്തിലേക്ക് കടന്നു പോകട്ടെ. സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ആ സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവും എന്നുള്ള വാക്യത്തെ ആധാരമാക്കി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. തുടർന്ന് അടുത്തതായിട്ട് അങ്ങനെയുള്ള ആ അടിസ്ഥാനമായിരിക്കുന്ന ദൈവത്തിൻ്റെ സഭയാകുന്ന ആ ദേവാലയം, ദൈവസഭയാകുന്ന ആ ദേവാലയത്തെക്കുറിച്ചാണ് ഞാൻ വീണ്ടും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ സഭയെന്ന് പറയുന്ന ഈ ആലയം, ഈ സാർവത്രിക സഭയിലെ അംഗങ്ങളായിരിക്കുന്ന നാം ഓരോരുത്തരും അടങ്ങുന്ന പ്രാദേശിക സ്ഥലസഭകളിലുള്ള നാം ഓരോരുത്തരും ഒരുമിച്ച് കൂടുമ്പോൾ നാം അതിൽ ദൈവത്തിന് മഹത്വം കരയേറ്റിക്കൊണ്ട് നാം ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഓരോരുത്തർക്കും സഭയിൽ നടക്കേണ്ടുന്നത് എങ്ങനെയെന്ന് അറിയേണ്ടതിൻ്റെ ആവശ്യമുണ്ട്. സഭയ്ക്ക് വിശ്വാസി എന്നുള്ള രീതിയിൽ നാം നടക്കേണ്ടത് എങ്ങനെയെന്ന് ഈ
തീമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ ഓരോ അധ്യായങ്ങളൊന്ന് വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ ഉള്ള ഓരോ വിശ്വാസികൾക്കും മൂത്തവൻ ഇളയവനെ എങ്ങനെ കരുതണം, ഇളയവൻ മൂത്തവനെ എങ്ങനെ കരുതണം, സഭയിൽ പ്രായമുള്ളവരെ സഹോദരിമാരെ എങ്ങനെ കരുതണം, പ്രായമുള്ള മുതിർന്നവരെ എങ്ങനെ നമ്മൾ കരുതണം, വാർദ്ധക്യത്തിലായിരിക്കുന്ന അപ്പച്ചന്മാരെ അല്ലെ അമ്മച്ചിമാരെ നാം എങ്ങനെ കരുതണം, അല്ലെങ്കിൽ സഭാ ശുശ്രൂഷകന്മാരെ ഇടയന്മാരെ എങ്ങനെ കരുതണം എന്നുള്ള കാര്യങ്ങൾ, ഇത്യാദി കാര്യങ്ങളൊക്കെ വിശദമായി എഴുതിയിരിക്കുന്ന അനുഗ്രഹീതമായ ഒരു ലേഖനമാണ് തീമോത്തിയോസിന് എഴുതിയ ലേഖനം. അപ്പോൾ തന്നെ ഞാൻ ഒരു കാര്യം പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഈ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ കൂലങ്കക്ഷമായി നാം ഒന്ന് വായിച്ച് പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നാം ആയിരിക്കുന്ന സഭയിൽ നാം വിശ്വസ്തയോടുകൂടി നാം ആയിരിക്കുന്ന സ്ഥാനത്ത് നാം ചെയ്യേണ്ട രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ നടക്കേണ്ട രീതിയിലാണോ നാം നടക്കേണ്ടതെന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് നാം തിരുത്തേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു പ്രാദേശിക സഭ എന്ന് പറയുന്ന ഒരു ഇടവകയിൽ ഒരു പ്രീസ്റ്റായിട്ട് ഇരുന്ന ഒരു അദ്ദേഹം, നമ്മളെ പോലെയുള്ള സഭയല്ല, പ്രീസ്റ്റ് ഒക്കെ നിയമിക്കുന്ന അങ്ങനെയുള്ള ഒരു സഭയിൽ, അങ്ങനെയുള്ള സഭകളിൽ സാധാരണയായി വചന ശുശ്രൂഷയും മറ്റും ചെയ്യുന്നത് അങ്ങനെയുള്ള പുരോഹിതന്മാർ തന്നെ ആയിരിക്കുമല്ലോ. അപ്പോൾ ആ പുരോഹിതൻ എല്ലാ ആഴ്ചകളിലും വചന ശുശ്രൂഷ ചെയ്യുമ്പോൾ അദ്ദേഹം അനുഗ്രഹീതമായ വചനങ്ങൾ എടുത്ത് വായിച്ച് അതൊക്കെ വിവരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ സഭയിലുള്ള ആളുകളെ മനസ്സിലാക്കി ചില കാര്യങ്ങളൊക്കെ ആളുകൾക്ക് തോന്നുന്ന രീതിയിൽ, കുത്തുന്ന രീതിയിലൊക്കെ അദ്ദേഹം സംസാരിക്കും. അങ്ങനെ സ്ഥിരമായി കേട്ടുകൊണ്ടിരുന്നപ്പോൾ ആ സഭയിലുണ്ടായിരുന്ന ആളുകൾക്ക് അതൊരു അരോചകമായിട്ട് തോന്നി. അദ്ദേഹം അങ്ങനെ സഭയിലുള്ള കമ്മിറ്റി ഒരുമിച്ച് കൂടി ചേർന്നിട്ട് ഒരു തീരുമാനം എടുത്തു, ഇങ്ങനെ അച്ഛനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല, അച്ഛന് ഇങ്ങനെ നമ്മളെ ഓരോരുത്തരെയും അങ്ങനെ കുത്തിയൊന്നും പ്രസംഗിക്കുവാൻ പാടില്ല. അതുകൊണ്ട് അച്ഛന് ഇഷ്ടമുള്ള വചനങ്ങൾ എടുത്ത് നമ്മളെ കുറ്റപ്പെടുത്തുവാൻ തക്ക വചനങ്ങൾ എടുത്താണ് മിക്കവാറും പുള്ളി ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ട് നമുക്കിതിനൊരു മാറ്റം വരുത്തണമെന്ന് അന്നത്തെ ആ സന്നിധ്ര സംഘം അല്ലെങ്കിൽ അന്നത്തെ ആ കമ്മിറ്റി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. ഉൽപ്പത്തി പുസ്തകം മുതൽ പുള്ളിക്ക് വചനം പഠിക്കാനായിട്ട് നമുക്ക് കൊടുക്കാം. അങ്ങനെ അദ്ദേഹം ഉൽപ്പത്തി പുസ്തകം ആദ്യത്തെ ആഴ്ച അങ്ങനെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ആദ്യത്തെ വാക്യത്തിൽ തന്നെ നമുക്കറിയാം എഴുതിയിരിക്കുന്നത്, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പോൾ ആദ്യത്തെ വാക്യത്തിൽ തുടങ്ങി അദ്ദേഹം ആദ്യത്തെ ദിവസം വ്യത്യസ്തമായ രീതിയിൽ അവരുടെ എല്ലാം ആലോചന പ്രകാരം അങ്ങനെ ആ വാക്യവും എടുത്ത് വിശദീകരിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ വിചാരം കണ്ട അവനാ ഇതൊക്കെ സൃഷ്ടിച്ചെന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിലല്ല. എന്നാലും വചന ശുശ്രൂഷ ചെയ്യുന്നവർ പലപ്പോഴും ചില കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഹേമിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ചിലത് പറയുമ്പോൾ നമ്മെ തന്നെ അത് തിരുത്താനും നാം അത് രൂപാന്തരത്തിനും അത് കാരണമാക്കണം. അല്ലാതെ നാം അങ്ങനെ ചിന്തിക്കരുത് എന്ന് ഞാൻ പ്രത്യേകം ഓർപ്പിക്കുകയാണ്. മുന്നോട്ട് ഞാൻ കടന്നു പോകട്ടെ. നാം വായിച്ച വാക്യത്തിൻ്റെ, നീയോ ദൈവത്തിൻ്റെ മനുഷ്യനായുള്ളവേ അത് വിട്ടോടി നീതി സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായ ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദേവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെ എന്ന് നീ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. നാം ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ നാം എന്തുമാത്രം വിശുദ്ധിയോടുകൂടി അല്ലെങ്കിൽ നമ്മുടെ നടപ്പിനെ സാക്ഷ്യമുള്ള ജീവിതം നയിക്കുമ്പോഴാണ് നമ്മളിലുള്ള ആ സുഗന്ധം മറ്റുള്ളവരിലേക്കും പകരുവാനായിട്ട് ഇടയാകുന്നത്. ആ രീതിയിലുള്ള ഒരു ജീവിതമാണ്, ആ രീതിയിലുള്ള ഒരു നടപ്പാണ് നമ്മുടെ കർത്താവ് സഭയിലെ അംഗങ്ങളായിരിക്കുന്ന ഓരോരുത്തരെയും കുറിച്ച് ആഗ്രഹിക്കുന്നത്. വളരെ വിശദമായി അതിൻ്റെ രോദനങ്ങളൊന്നും സൂചിപ്പിക്കാനായിട്ടുള്ള സമയം ഇനിയുമില്ലല്ലോ. എൻ്റെ സമയം ഇവിടെ അവസാനിക്കായതുകൊണ്ട് ഞാനൊരു വാക്ക് വായിച്ച് ഞാൻ ഇതിൻ്റെ ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കാം എന്ന് വിചാരിക്കുന്നു. തീമോത്തിയോസിന് എഴുതിയ ലേഖനം അതിൻ്റെ അവസാന വാക്യങ്ങളിൽ നാം വായിക്കുന്ന ഒരു വാക്യമാണ്. അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം, 5-ാം വാക്യത്തിൻ്റെ അവസാനം, അവർ ദൈവഭക്തി ആദായ സൂത്രം എന്ന് വിചാരിക്കുന്നു. സംതൃപ്തിയോടുകൂടി ദൈവഭക്തി വലിയതായ ആദായം ആകുന്നു താനും. ഈ പുസ്തകം നാം ശരിക്കും പറഞ്ഞാൽ ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു ദൈവസഭയുടെ അംഗം എന്നുള്ള നിലയിൽ
അറിയേണ്ട ചില അനുഗ്രഹീതമായ കാര്യങ്ങൾ ഈ വേദ ലേഖനത്തിൽ പൂർണ്ണമായി നാം വായിച്ചാൽ ഇത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇതിനോടുള്ള ബന്ധത്തിൽ ഇത് ചിന്തിച്ചപ്പോൾ വളരെ ഹൃദയം കത്തുവാനായിട്ടും അതുപോലെ പല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ദൈവത്തിന് മുമ്പിൽ ഏറ്റവും താഴുവാനും സമർപ്പണത്തോടെ അത് പഠിക്കുവാനും ഒക്കെ ഈ ദിവസങ്ങളിൽ ദൈവം എന്നെ സഹായിച്ചു. ആ രീതിയിൽ നാം ഓരോരുത്തരും അറിയേണ്ട അനവധി കാര്യങ്ങളുണ്ട്. അതൊന്നും ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. സഭാ ശുശ്രൂഷകന്മാരോടുള്ള ബന്ധത്തിൽ അറിയേണ്ട, അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനം ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ അത് ചെയ്യുന്നവർ ചെയ്യേണ്ട ശുശ്രൂഷകളൊക്കെ വളരെ വ്യക്തമായി ഈ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ചിലരെ കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യമാണ്, ചില ഭക്തി കാണിക്കുന്ന ആളുകൾ അവർ ഭക്തിയെ ഒരു ആദായ സൂത്രമായി കണക്കാക്കിക്കൊണ്ട് അത് സംതൃപ്തിയോടുകൂടി ആ ഭക്തി ചെയ്യുന്നതായിട്ട് നാം മനസ്സിലാക്കി. എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്? ദൈവഭക്തി എന്ന് പറഞ്ഞ് നമ്മെ പലപ്പോഴും നമ്മുടെ ഇടയിൽ തന്നെ പലരും അതിനെ ഒരു ആദായ സൂത്രം എന്ന് പറഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് എത്ര വ്യക്തമായിട്ടാണ് ഇന്ന് പച്ചയ്ക്ക് നാം ഒരാളോട് നീ കാണിക്കുന്നത് ഇത് ഇങ്ങനെയാണ്, ഇത് ആദായ സൂത്രമാണ് എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് അല്ലെങ്കിൽ ആ കേൾക്കുന്ന ആളിന് അത് വളരെ അരോചകമായിട്ട് ബുദ്ധിമുട്ടായിട്ട് തോന്നും. എന്നാൽ വിശുദ്ധ വേദപുസ്തകം അപ്പോസ്തലനായ പൗലോസ് അസന്നിഗ്ധമായി രേഖപ്പെടുത്തിയിരിക്കുന്ന അനുഗ്രഹീതമായ വചനങ്ങളാണിത്. ഭക്തി ഒരു ആദായ സൂത്രമായി നമുക്കറിയാം. പല ആളുകളും മുഖസ്തുതി പറയുകയും ചില ആളുകളെ പൊക്കുകയും അല്ലെങ്കിൽ ചില ആളുകളെ ആദായം ആഗ്രഹിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ആദായ സൂത്രമായി അതിനെ കണക്കാക്കുന്നത് ദൈവ ജനത്തിൻ്റെ അല്ലെങ്കിൽ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സാർവത്രിക സഭയുടെ അംഗങ്ങൾക്ക് നാം എല്ലാവരും ഏത് നിലയിലായിരുന്നാലും, ഇടയനായിരുന്നാലും ശുശ്രൂഷകനായിരുന്നാലും, നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ സഭയിലെ അംഗത്വത്തിന് ഇരട്ട പൗരത്വമെന്നോ 3 പൗരത്വമെന്നോ അങ്ങനെ ഒരു പ്രത്യേക പൗരത്വം ഒന്നും അവിടെയില്ല. നമ്മുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം കിരീടങ്ങൾ മാത്രം അവിടെ നമുക്ക് ലഭിക്കും. നമ്മുടെ പ്രവൃത്തി അവൻ തൂക്കി നോക്കുമ്പോൾ നാം എന്തുമാത്രം വിശ്വസ്തയോടെയാണ് നാം ഓരോന്നും ചെയ്യുന്നതെന്ന് നാം മനസ്സിലാക്കേണ്ട അത്യാവശ്യമായ കാര്യങ്ങളാണ്. ദൈവസഭയിൽ നടക്കുന്ന കാര്യങ്ങളാണ് പൗലോസ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പൂർണ്ണമായി ഇത് പറയാൻ കഴിയാത്തത് വണ്ണം അത്ര ഡീപ്പായിട്ട് തന്നെയാണ് ഈ ലേഖനത്തിൽ ഓരോ കാര്യങ്ങളും നമുക്ക് രേഖപ്പെടുത്തി തന്നിരിക്കുന്നത്. ആത്മാർത്ഥമായി ഇത് പഠിക്കുവാനും ഇതിൽ ഈ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തിന് പ്രസാദമായ ജീവിതം നയിക്കുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് നാം മഹത്വപ്പെടുമാറാകട്ടെ.